بسم الله الرحمن الرحيم واضرب لهم مثلا أصحاب القرية إذا جاءها المرسلون إذا أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم مرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഈ സംഭവം വിശദീകരിച്ചു കൊടുക്കാൻ മുത്തുനബിയോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അന്താകിയ എന്ന് പറയുന്ന ജനവിഭാഗത്തിലേക്ക് ദീനി ദഅവത്തുമായി കടന്നു ചെന്നതായ ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളായ ഇമാം ബുത്റുസ് റളിയല്ലാഹു അൻഹുവിന്റെയും മത്താ റളിയല്ലാഹു അൻഹുവിന്റെയും ചരിത്രം ഈ സമൂഹത്തിനൊന്ന് പറഞ്ഞു കൊടുക്കണേ റസൂലേ. ഇദാ റസൽനാ ഇലൈഹിം മുസ്ലിമീൻ, ആ നാട്ടിലേക്ക് രണ്ടുപേരെ ദീനി ദഅവത്തിന് വേണ്ടി നാം അയച്ചപ്പോ ഫകദബൂഹുമാ, ആ നാട്ടുകാര് രണ്ടുപേരെയും കളവാക്കുകയാണ്. ആ ജനങ്ങൾ അവരോടായി പറയുകയാണ്, ഇന്നാ തതയ്യറനാ ബിക്കും, ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ദുർലക്ഷണമായി കാണുകയാണ്, അപലക്ഷണമുള്ളവരായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ നാട്ടിലുള്ള ഐക്യത്തെ തകർക്കാൻ വന്നവരാണ്. ഞങ്ങൾ ഇതുവരെ വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നവരാ. ആ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ഒഴിവാക്കി നിങ്ങൾ പറയുന്നതായ അല്ലാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യാൻ ഞങ്ങൾ ഇല്ലേ ഇല്ല. ജനങ്ങൾ ഒന്നടങ്കം തിരിഞ്ഞു നിൽക്കുകയാണ്. അവർ ദുർലക്ഷണമായി ബുത്റുസിനെയും മത്തായി പരിചയപ്പെടുത്തുമ്പോ വജാഅ മിൻ അഖ്സൽ മദീന റജുലുൻ യസ്ആ വജാഅ മിൻ അഖ്സൽ മദീന, ആ പട്ടണത്തിന്റെ തലക്ക് ഭാഗത്ത് നിന്ന് ഒരു വ്യക്തി ഓടി വരുകയാണ്. അദ്ദേഹം ഓടി ഓടി വന്നുകൊണ്ട് അവരോട് പറയുകയാണ്, ഇത്തബിഊ മൻ ലാ യസ്അലുകും അജ്റാ വഹും മുഹ്തദൂൻ. ഒരു കൂലി പോലും പ്രതീക്ഷിക്കാതെ ദീനീ ദഅവത്ത് നടത്തുന്ന ഈ പാവങ്ങളില്ലേ, ഇമാം ബുത്റുസില്ലേ, ഇമാം മത്തായില്ലേ, ഇവർ രണ്ടുപേരും ഈസാ നബിയുടെ അനുയായികളാണ്. ഇവർ സാധാരണക്കാരല്ല, ഇവർ അമാനുഷ്യമാകുന്ന കഴിവുള്ളവരാ. അല്ലാഹു നൽകിയതാകുന്ന വലിയ കറാമത്തിന്റെ അഹ്ലുകാരാണ്. എന്റെ സുഖമില്ലാത്ത മകനേതാ തളർന്നു കിടക്കുന്ന പൊന്നുമോനെ ശിവപ്പെടുത്തിയത് ഇവരാണ്. വഹും മുഹ്തദൂൻ, സന്മാർഗപാതയിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ ശേഷിയുള്ളവരാണ്. ഇത്തബിഊ മൻ ലാ യസ്അലുകും അജ്റാ വഹും മുഹ്തദൂൻ വമാ ലിയ ലാ അഅ്ബുദു അല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതായ ജഗന്നിയന്താവായ അല്ലാഹു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ആഹാരം നൽകുന്നവൻ അവനാണ്. കിഴക്കൻ ചക്രവാളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂചനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ല.
അറിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ ആഘാതമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പില്ലേ, അവനെ ഞാനിതാ ആരാധിക്കുകയാണ്. അവനാണ് ഈ ലോകത്തുള്ള സർവരെയും സൃഷ്ടിച്ചത്. ഫത്തറനി, അവനാണ് എന്നെ പടച്ചിട്ടുള്ളത്. അവനെ ഞാൻ ആരാധിക്കുകയാണ്. ജനങ്ങളെല്ലാം ദേഷ്യപ്പെട്ടു, ആളുകളെല്ലാം വലിയതാകുന്ന ദേഷ്യത്തിനായി. കാരണം എല്ലാവരും പറഞ്ഞു, അല്ലയോ ഹബീബുൻ നജ്ജാറേ, നീയല്ലയോ ഞങ്ങൾക്ക് വിഗ്രഹങ്ങളെ നിർമ്മിച്ചു നൽകിയത്? അവസാനം നീ തന്നെ ഈ വിശുദ്ധമാക്കപ്പെട്ട മതത്തിൽ വിശ്വസിക്കുകയാണോ? ദുർലക്ഷണമായി ഞങ്ങൾ കാണുന്നതായ മതത്തെ വിശുദ്ധിപ്പെടുത്തുന്നവനായ വ്യക്തിയായി നീ കടന്നു വരുകയാണോ? നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ടില്ല എങ്കിൽ, ഈ മതപ്രബോധനം ഈ നാട്ടിൽ നിർത്തിയിട്ടില്ല എങ്കിൽ, ലനർജുമന്നകും, ഞങ്ങൾ നിങ്ങളെ കല്ലെറിയുന്നതാണ്. വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം, ഞങ്ങൾ എന്ന വേദനാജനകമായ ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമേ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു നിർത്തുന്നില്ല. പ്രായമേറിയ മനുഷ്യനാണ്, ആ നാട്ടിലുള്ളവരുടെ നേതാവായിരുന്നു. സ്വന്തം കുഞ്ഞിന്റെ രോഗം ശിവപ്പെടുത്തിയ കാരണത്താൽ വിശുദ്ധ ഇസ്ലാമിലേക്ക് ഹബീബുൻ നജ്ജാർ മതം മാറിയതാണ്. പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. ബഹുമാനപ്പെട്ടവർ ദീനീ ദഅവത്തുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആളുകൾ ദേഷ്യപ്പെടുകയാണ്, ബഹുമാനപ്പെട്ടവരെ അടിക്കുകയാണ്, കല്ലെറിയുകയാണ്, ശകാരിക്കുകയാണ്, അദ്ദേഹത്തെ ചവിട്ടുകയാണ്. നഊദു ബില്ലാഹ്. ഒരു വ്യക്തിയുടെ അതിശക്തമാകുന്ന ചവിട്ട് അടിവയത്തിലേക്ക് എത്തിയപ്പോ പൃഷ്ഠഭാഗത്തിലൂടെ അദ്ദേഹത്തിൻ്റെതാകുന്ന കുടല് പുറത്തേക്ക് വന്നു അത്രേ. തൽക്ഷണം ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ ഷഹീദാവുകയാണ്, മരിക്കുകയാണ്. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة إن كانت إلا صيحة واحدة فإذا هم خامدون. അതിനാലുറൂസിന്റെ പവിത്രമായ സമാപന വേദിയിൽ ഒരുമിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മഹാരഥന്മാരെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മുതഅല്ലിമീങ്ങളെ, നാട്ടുകാരെ, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനത്തുകളെ, പഠിച്ചു വെക്കുന്ന ചരിത്രമാണ്. പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാ. ഹബീബുൻ നജ്ജാർ എന്ന മനുഷ്യനെ ചവിട്ടിയ അദ്ദേഹത്തെ ഈ ലോകത്ത് നിന്ന് വിട പറയിപ്പിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന ആകാശസീമകളിൽ അദ്ദേഹത്തിന് സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഖീല ദുഖുലിൽ ജന്ന, നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുക. ഹബീബുൻ നജ്ജാറേ, ഇസ്ലാം മതത്തിൽ പുൽകിയവരല്ലേ, വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നതായ വ്യക്തിയല്ലേ, പവിത്രമായ സ്വർഗത്തിനുള്ളിലേക്ക് കടന്നുകൊള്ളുക. ബഹുമാനപ്പെട്ടവർ ആ സ്വർഗത്തിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് പറയുകയാണ്, ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എന്റെ ജനങ്ങളെ, എന്റെ സമൂഹമേ, എന്റെ സമുദായമേ, എനിക്ക് എന്റെ പാപങ്ങൾ അഖിലവും അല്ലാഹു പുറത്തു നിന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വജഅലനി മിനൽ മുക്രമീൻ, ബഹുമാനിക്കപ്പെടേണ്ടതായ വ്യക്തിത്വങ്ങളിൽ അല്ലാഹു എന്നെ ഉൾപ്പെടുത്തിയത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വിവരമില്ലാത്ത ജനങ്ങളെ ഉൽബുദ്ധരാക്കുകയാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. അവിടെ കടന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പാപങ്ങൾ പുറത്തു തന്നു. എന്നെ അനുഗ്രഹിക്കപ്പെടുന്നതായ ബഹുമാനിക്കപ്പെടുന്നതായ വ്യക്തിത്വങ്ങളിൽ അല്ലാഹു എന്നെ ചേർത്തു. എന്തേ കാരണം മുസ്ലിമേ? എന്തേ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ബറക്കത്തുള്ള വ്യക്തിയാക്കി അദ്ദേഹത്തെ മാറ്റാനുള്ള കാരണം എന്താ? അദ്ദേഹം പിടിച്ചത് ബഹുമാനപ്പെട്ട ഈസാ നബിയുടെ അനുയായിയുടെ കരമാണ്. ഇമാം ബുത്റസ് റളിയല്ലാഹു അൻഹുവിന്റെ കരമാണ്. ആ ഇമാം ബുത്റസ് റളിയല്ലാഹു അൻഹു ഒരു സാധാരണ മനുഷ്യനല്ല, ബറക്കത്തുള്ള വ്യക്തിയാണ്. ആ ബറക്കത്ത് എങ്ങനെയാണ് ബുത്റസിന് കിട്ടിയത്? ഈസാ നബി അലൈഹിസ്സലാമിന്റെ കരസ്പർശത്തിലൂടെയാ. സുബ്ഹാനല്ലാഹ്. ഈസാ നബിയോ വജഅലനി മുബാറക ഐനമാ കുന്തു. അല്ലാഹ് പറയുകയാണ്, എവിടെ പോയാലും എവിടെ ചെന്നാലും ഞാൻ ബറക്കത്തുള്ള വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്. ആ നാട്ടുകാർക്ക് മുഴുവനും അല്ലാഹു അദാബ് ഇറക്കിയെന്നാണ്. ഇൻകാനത്തില്ല സൈഹത്തും വാഹിദ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി ആ സമൂഹത്തെ മുഴുവനും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. സൂറത്ത് യാസീൻ. ചുരുക്കത്തിൽ യാസീനിൽ പറയുന്നതും ഒരു മഹാന്റെ ചരിത്രമാണ്. നമ്മൾ ഈ അദ്നാൽ ഉറൂസിൽ ഒരു മഹാന്റെ ഉറൂസോടനുബന്ധിച്ച് നിലകൊള്ളുമ്പോൾ യാസീനിൽ പറഞ്ഞതാകുന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയൊരു മഹാന്റെ ചരിത്രം കൂടി പഠിക്കുക. ഷഹീദായ വ്യക്തിയാണ്. എങ്ങനെ ഷഹീദായി? ദീനി ദഅവത്തുമായി കടന്നു വന്നതായ ഈസാ നബിയുടെ രണ്ട് അനുയായികളാകുന്ന ഇമാം ബുത്റസ് മത്താ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് വിശ്വസിച്ച് അവരെ ദീനിൽ സഹായിക്കാൻ വേണ്ടി നിലകൊണ്ടപ്പോൾ തന്റെ നാട്ടുകാരുടെ ശത്രുത വെച്ച് അവരുടേതാകുന്ന അടി വാങ്ങി മരണപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടി? സ്വർഗം കിട്ടി. ആര് പറഞ്ഞു? ഖുർആൻ. ഞാൻ പറഞ്ഞത് ഖീല ദുഖുലുൽ ജന്ന. ഖുർആനാ പറഞ്ഞു. യാസീനിലുണ്ട്. മരിക്കുന്ന സമയത്ത് തന്നെ സ്വർഗം കാണിച്ചു കൊടുത്തു. സ്വർഗത്തിനുള്ളിലേക്ക് കടക്കാനുള്ള അവസരവും കിട്ടി. ആർക്ക്? ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്. എങ്ങനെ കിട്ടി? ഒരല്പം മുമ്പ് ആരുടെ കൈക്ക് പിടിച്ചായിരുന്നു? ഈസാ നബിയുടെ അനുയായിയായ ഇമാം ബുത്റസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് പിടിച്ചു. ബറക്കത്താക്കപ്പെട്ട കരം പിടിച്ചു. ആ ബറക്കത്ത് കിട്ടിയതാണ്. ഇസ്ലാം മതം പുലർത്തി. അപ്പം പ്രവാചകന്മാർക്ക് മാത്രമല്ല ബറക്കത്ത്, പിന്നെയോ പ്രവാചകന്മാരുടെ അനുയായികൾക്കും ആ അനുയായികൾക്ക് ശേഷമുള്ളതായ വ്യക്തികൾക്കും ബറക്കത്ത്. അതിനെപ്പോ ഈ ചരിത്രം പറഞ്ഞു ശരിക്കും മനസ്സിലാക്കണേ. നമ്മൾ പറഞ്ഞു വന്നു ആർക്കൊക്കെ ബറക്കത്തുണ്ട്? അള്ളാഹ്ക്ക് ബറക്കത്തുണ്ട്. ആയത്തോതി. അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളിലും ബറക്കത്തുണ്ട്. ആയത്തോതി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ നാമങ്ങൾ ഉച്ചരിച്ച് ദുആ ചെയ്താൽ ഇജാബത്തുണ്ട്. എന്തുകൊണ്ട്? ബറക്കത്തുള്ള നാമങ്ങളായതുകൊണ്ട്. ആ നാമങ്ങൾ മുഴുവൻ ഹിഫ്ള് ചെയ്താൽ സ്വർഗ്ഗമുണ്ട്. എന്തുകൊണ്ട്? ആ നാമങ്ങളൊക്കെ ബറക്കത്തുള്ള നാമങ്ങളായതുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 1,24,000 അംബിയാ മുർസലീങ്ങളെ ഇവിടെ അയച്ചു. അതിൽ തന്നെ ബറക്കത്തുള്ള വ്യക്തിയായി ഒരാളുടെ പേരെടുത്ത് അല്ലാഹു പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാമിന്റെ. ആ ഈസാ നബിക്ക് മാത്രമല്ല ബറക്കത്ത്, അദ്ദേഹത്തിന്റെ ശിഷ്യങ്ങളാകുന്ന ഇമാം ബുത്റസിനും മത്തായിക്കുമുണ്ട് ബറക്കത്ത്. അതെങ്ങനെ മനസ്സിലായി? ബുത്റസ് എന്ന വ്യക്തി തടവിയപ്പോൾ ഹബീബുൻ നജ്ജാർ എന്ന പ്രായമുള്ള മനുഷ്യന്റെ മകന്റെ രോഗം പരിപൂർണമായി ശിഫപ്പെട്ടു. ആ ഇമാം ബുത്റസിന്റെ കൈക്ക് കയറി പിടിച്ചു. ഷഹാദത്ത് കലിമ ചൊല്ലി വിശുദ്ധ ഇസ്ലാം മതം പുൽകിയതാകുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെതാകുന്ന മരണം തൊട്ടടുത്ത സമയത്ത് തന്നെ സംഭവിച്ചു. അദ്ദേഹത്തെ ശത്രുക്കൾ വന്ന് കൊന്നുകളഞ്ഞു. അദ്ദേഹം റളിയല്ലാഹു എന്ന് വാഴ്ത്തപ്പെടേണ്ട വ്യക്തിയായി വജഅലനി മിനൽ മുക്കറമീൻ, ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളായി അല്ലാഹു എന്നെ മാറ്റി. അദ്ദേഹം പറയും ബറക്കത്തുള്ള വ്യക്തിയാക്കി അല്ലാഹു എന്നെ മാറ്റി. മുക്കറമി എന്ന് പറഞ്ഞാൽ ആദരവുള്ള കറാമത്തുള്ള വ്യക്തിയായി ബഹുമാനമുള്ള വ്യക്തിയായി അല്ലാഹു എന്നെ മാറ്റി. സ്വർഗം കിട്ടി അദ്ദേഹത്തിന്. എന്താ കിട്ടാൻ കാരണം? ബറക്കത്തുള്ള വ്യക്തിയെ തൊട്ടു. ആ ബറക്കത്തുള്ള വ്യക്തി ആരാ? ഇമാം ബുത്റസ്. അദ്ദേഹം ആരെയാ തൊട്ടത്? ഈസാ നബിയെ തൊട്ടു. അതുകൊണ്ടാണ് നമ്മളൊക്കെ വലിയ വലിയ ആലിമീങ്ങൾ വരുമ്പോൾ, ചെറുമൂത്ത് ഉസ്താദിനെ പോലെയുള്ള വലിയ മഹാന്മാരൊക്കെ വരുമ്പോൾ അവരുടെ കൈക്ക് പിടിക്കാൻ വേണ്ടി നിൽക്കുന്നത്. മനസ്സിലായി. സമസ്തയുടെ ഉന്നതായ പണ്ഡിതന്മാർ വരുമ്പോൾ, നമ്മൾ സാദാത്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ കൈക്ക് പിടിക്കാൻ വേണ്ടി നിൽക്കലില്ലേ? എന്താ കാരണം? അവരാരുടെ കൈ പിടിച്ചിട്ടുണ്ട്? അതിനു മുമ്പുള്ള ജനറേഷനുള്ള വലിയ വലിയ ആലിമീങ്ങളുടെ സൂഫിയാക്കളുടെ കയ്യിൽ പിടിച്ചവരാണ് അവർ.
അവരാരെ പിടിച്ചതാ? അതിന് തൊട്ടു മുമ്പ് ജനറേഷനുള്ള വലിയ അയിമ്മത്തുകളുടെ കൈക്ക് പിടിച്ചവരാണ് അവർ. അതങ്ങനെ കണക്ഷൻ നേരെ എവിടെ എത്തും? ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സനദ്. ഈ സനദ് അവകാശപ്പെടാൻ സുന്നികൾക്കല്ലാതെ വേറൊരു വ്യക്തികൾക്കും ഇല്ല. ബിദ്അത്തിന്റെ അഹ്ലിയാരൊക്കെ ആരെയാ തൊട്ടത്? ആരെ പോയി തൊടുന്നവരെയൊക്കെ പിശാചാണ്, അവരൊക്കെ കുഫ്രിയത്തിന്റെ വക്താക്കളാണെന്നല്ലേ അവരുടെ വാദം. സുന്നികൾക്ക് മാത്രമേ ഈ കണക്ഷൻ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ചിലർക്ക് ഇതൊക്കെ വലിയ ഐത്തമാണ്. ഈ മുസാഫഹത്ത് ഒക്കെ ഭയങ്കര ഐത്തമായി നമുക്കിടയിൽ തന്നെ കാണുന്നുണ്ട്. പെരുന്നാളിന് പോലും മുസാഫഹത്ത് ചെയ്യൂല പള്ളിയിലെ ഖത്തീബിന്. കാരണം എന്താ? 10 രൂപ കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ചു. അങ്ങനത്തെ കോമൺ. അഥവാ മുസാഫഹത്ത് ചെയ്യാൻ പോകണമെങ്കിൽ 10ന്റെ 10 നോട്ട് എടുത്ത് റൗണ്ട് ചെയ്ത് അപ്പൊ ഖത്തീബ് കാര്യമായിട്ട് കിട്ടിയെന്ന് കരുതി ഭയങ്കര മുസാഫഹത്ത്. അദ്ദേഹത്തെ ഒരു 3 മുസാഫഹത്ത് ഇഷ്ടമാണ്. അവസാനം റൂമിൽ ചെന്ന് എണ്ണി നോക്കുമ്പോൾ 10ന്റെ 10 നോട്ട 100 രൂപ. അങ്ങനെ മുസാഫഹത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കുമാറാവട്ടെ. അപ്പൊ മുസാഫഹത്ത് ചെയ്യുന്ന വലിയ പുണ്യാണ്. പൈസ കൊടുത്തിട്ടല്ല, അല്ലാതെയും മുസാഫഹത്ത്. ബാബുൽ മുസാഫഹത്തി വൽ മുആനഖത്തി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ തന്നെ ഒരു ബാബ് തന്നെയാണ്. മുസാഫഹത്ത് ചെയ്യുക, മുആനഖ ചെയ്യുക, കെട്ടിപ്പിടിക്കുക. പുരുഷന്മാര് തമ്മിൽ, സ്ത്രീകൾ അവര് തമ്മിൽ മുസാഫഹത്ത്. അങ്ങനെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം എന്തുകൊണ്ട്? ഇതാരെ മുസാഫഹത്ത് ചെയ്യുന്ന വലിയ വലിയ ആലിമീങ്ങളെ, അവരുടെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കാരണം ഈ കരസ്പർശത്തിലൂടെ നേടിയെടുക്കുന്നത് വലിയൊരു പ്രകാശമാണ്. അറിയില്ലേ? നിങ്ങൾക്കൊരൊറ്റ ചരിത്രം ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തി കാത്തിരിക്കണേ. 11:30 ഉസ്താദ് വരും. അതുവരെ ഒരു 10 മിനിറ്റും കൂടി ശരിക്കും ശ്രദ്ധിച്ചു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും ശ്രദ്ധിക്കുക. 1-2 ആയത്തുകൾ പറയാണ്ട്, ശരിക്കും ശ്രദ്ധിച്ചു. ഉസൈദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ബഹുമാനപ്പെട്ട ഉമൈർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങുമ്പോ അതിശക്തമായ കൂരിരുട്ടാണ്. ഒന്നും തന്നെ കാണാനില്ല. പുറത്തിറങ്ങിയപ്പോൾ നല്ല ഇരുട്ടാണ്, പ്രകാശമില്ല, വെളിച്ചമില്ല. ഉമൈർ റളിയല്ലാഹു അൻഹു, ഉസൈദ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും സ്വഹാബികളാണ്. സ്വഹാബിയായ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയതായ ഉമൈർ റളിയല്ലാഹു അൻഹു മരുഭൂമിയിലൂടെ നടക്കണം, പ്രകാശമില്ല. ബഹുമാനപ്പെട്ടവർ ഉടനെ തന്റെ വലത് കൈ അല്പമൊന്ന് ഉയർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, കൈ പ്രകാശിക്കുകയാണ്. കൈ പ്രകാശിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഒരു സ്വഹാബിയുടെ വീട്ടിൽ നിന്ന്. ഭയങ്കര ഇരുട്ടാണ്, വേറെ ആരുമില്ല കൂടെ. ടോർച്ചോ മറ്റോ സംഭവങ്ങളോ ഒന്നുമില്ല. കൈ ഇങ്ങനെ ഒന്ന് വെച്ചു നോക്കുമ്പോ കൈ പ്രകാശിച്ചു. കണ്ടാ, ഇതുപോലെ പ്രകാശത്തെ അവസ്ഥ, നല്ല പ്രകാശം. അപ്പൊ ഇങ്ങനെ കൈ പ്രകാശിച്ചു, ഇങ്ങനെ അതിലൂടെ ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിലൂടെ വീട്ടിലേക്ക് പോയി. അതൊക്കെ സംഭവിക്കുമെന്ന്, അതേ സംഭവിക്കുള്ളൂ. അതായിപ്പോ പറയാൻ പോരാ, കേട്ടോ. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, അതായി പറയാൻ പോരാ. വീട്ടിലേക്ക് വന്നടഞ്ഞു. പലപ്പോഴായി ബഹുമാനപ്പെട്ടവർ രാത്രിയിൽ ഇതിങ്ങനെ തുടർന്നു. ആളുകൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ചോദിച്ചു, എന്താണ് കൈഫ, എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഉമൈർ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറയുകയാണ്, മാ മസിസ്തു ബിയമീനി ദക്കരി മുൻദു അന്നി ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ എൻ്റെ ഈ വലത് കൈ കൊണ്ട് ബൈഅത്ത് ചെയ്തതിന് ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട വലത് കൈയിലേക്ക് എൻ്റെ ഈ വലത് കൈ തട്ടിച്ചു വെച്ചു. എന്നിട്ട് ഞാൻ ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. തീർച്ചയായും നബിയെ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, ദൂതനാണ്. ഇത് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ കയ്യിൽ വെക്കുകയും തങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാമെന്ന് പറഞ്ഞ് ബൈഅത്ത് ചെയ്ത് കയ്യങ്ങ് വലിക്കുകയും ചെയ്തു. പിന്നീട് എന്റെ ജീവിതത്തിൽ ഇന്നവരെ മാ മസിസ്തു ബിയമീനി ദക്കരി, എന്റെ ഈ വലത് കൈ കൊണ്ട് ഞാൻ എന്റെ ലൈംഗിക അവയവത്തിൽ തൊട്ടിട്ടില്ല.
ഒരു ആവശ്യത്തിനും ഈ കൈ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. വലത് കൈ കൊണ്ട് ഞാൻ എന്നെ ജനനേന്ദ്രിയത്തിൽ തൊടാതെ അള്ളാഹുവിന്റെ റസൂലിനെ തൊട്ട കൈയല്ലേ, ആ പ്രവാചകരെ സ്പർശിച്ചതാകുന്ന കൈയല്ലേ, ബറക്കത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങനെ സൂക്ഷിച്ചു പോന്നു. അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ ഇരുള് വരുന്ന സന്ദർഭത്തിൽ വെളിച്ചം വേണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് കരുതുമ്പോൾ ഈ ഒന്ന് കൈ മനസ്സുകൊണ്ട് കരുതിയിട്ട് നിയ്യത്ത് വെച്ച് തുറക്കേണ്ട താമസം എന്റെ വലത് കൈ അന്ന് മുതൽ പ്രകാശിക്കാൻ തുടങ്ങിയെന്ന് ഉമൈർ റളിയല്ലാഹു അൻഹു. കാരണം ഇത് തൊട്ടത് ഒരു സാധാരണ മനുഷ്യനല്ല, കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ പ്രവാചകരോ നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്മേൽ പ്രകാശമാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ കയ്യിൽ നിന്ന് സൂചി നിലത്ത് വീണുപോയി. 8 മുഴം നീളം 10 മുഴം വീതിയുമുള്ള ചെറിയതാകുന്ന കുടിലാണ് ഞാൻ വസിക്കുന്നത്. ഈന്തപ്പന ഓലകൾ കൊണ്ട് മേഞ്ഞ വീടാണ്. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ എന്റെ റൂമിലേക്ക് കടന്നു വന്നു. ഫദഖല അലൈയ അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൂരിരുട്ടുള്ള വീട്ടിനുള്ളിലേക്ക് കടന്നു വന്നു. നിലത്ത് വീണ് കിടന്ന സൂര്യനെ തപ്പിത്തടയുമ്പോ നബിതങ്ങൾ വന്ന പ്രകാശത്താൽ ആ പ്രവാചകന്റെ ശരീരത്തിൽ നടിച്ചു വീശിയ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയുടെ കാരണത്താൽ നിലത്ത് കിടന്ന സൂര്യൻ കണ്ടെടുത്തു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ.